ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് നിർത്തിയ ഒരു സിനിമകളിൽ ഒരെണ്ണം തന്നെയാണ് സമ്മർ ഇൻ ബത്ലഹേം. മേരിക്കേണ്ട ഒരു കുഞ്ഞാണ് ജോസേട്ടൻ. ശരിക്കും ജോസേട്ടൻ അവിടെ പോയി പണം മാറിയിട്ട് എങ്ങനെ അവിടെ ചക്കക്കുരു വന്നു? അത് രാത്രി വന്ന് കുഴിച്ചിട്ടതാവാം, പക്ഷേ എങ്ങനെ അറിഞ്ഞു അതെങ്ങനെ അറിഞ്ഞു, ഇവരിങ്ങനെ പ്ലാൻ ചെയ്തത് എങ്ങനെ അറിഞ്ഞു? ഇനി യഥാർത്ഥത്തിൽ ഗംഗപ്രേതോ? കാരണം ആ ഒരു ക്ലോക്കില് കല്ലെറിയുന്നത് ആൾക്കാർ അത്രയും നിൽക്കെ എങ്ങനെയാണ് അത്രയും വേഗം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മലയാള സിനിമകള് എടുത്തു നോക്കുമ്പോൾ പഴയ കുറെ മൂവീസ് ഉണ്ട്, അതിന്റെ ക്ലൈമാക്സ് ഭയങ്കര നിഗൂഢമായിട്ടായിരിക്കും അവർ നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒത്തിരി മൂവീസ് ഉണ്ട്, കുറെ മൂവീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് റീ റിലീസിന് പോവാൻ പോകുന്ന സമ്മർ ഇൻ ബത്ലഹേം, അതായിരിക്കും ഏറ്റവും എല്ലാവരുടെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു മൂവി അല്ലേ? അതെ. ആരാണ് ആ പൂച്ചേനെ അയച്ചത്? അതിന്റെ ഒരുപാട് ഡീകോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരാറുണ്ട്. ഈയിടയ്ക്ക് ഒരു നായിക അതിൽ അഭിനയിച്ച നായിക സമ്മതിച്ച ആളാണെന്നുള്ളത്. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു ക്ലൂ ഇല്ല എന്നുള്ളതാണ്. അതൊരു ക്ലൂലെസ് ആയിട്ട് അങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. അതെ, അതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആരാണ് മഞ്ജു വാര്യർ അല്ല, ബാക്കി അവരാരും അല്ല. പിന്നെ രണ്ടുപേരിലേക്കാണ് ആ ഒരു സംശയം പോകുന്നത്. ആ രണ്ടുപേരിൽ ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മളെല്ലാരും ആ സിനിമ എൻഡ് ചെയ്യിപ്പിച്ചത്. അതെ, അതിന്റെ ക്ലൈമാക്സിൽ പൂച്ചേനെ തടവുമ്പോ അതില് റെഡ് കളർ നെയിൽ പോളിഷ് ആയിരുന്നു ഇട്ടിരുന്നത്. അതിന് മുന്നത്തെ സീൻ നോക്കുമ്പോൾ അതിൽ ആരാണ് നെയിൽ പോളിഷ് റെഡ് ഇട്ടിരുന്നത് വെച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മലയാള സിനിമയിൽ എക്കാലത്തും അങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാണ്ട് നിർത്തിയ ഒരു സിനിമകളിൽ ഒരെണ്ണം തന്നെയാണ് സമ്മർ ഇൻ ബത്ലഹേം. പിന്നെ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച ഹരികൃഷ്ണൻ, അത് എൻ്റെ എക്കാലത്ത് ഒരു ഫേവറേറ്റ് മൂവിയാണ്. എൻ്റെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മൂവി തന്നെയായിരിക്കും ഹരികൃഷ്ണൻസ്. അതിനകത്ത് ഒരു നായികയ്ക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. അതെ, അതിനകത്തും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ആരെയാണ് കല്യാണം കഴിക്കുന്നത്, ആരെയാണ് മീര സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ മറ്റേ ടോസ് ഇട്ട് നോക്കുന്ന മാതിരി ആ ഒരു ഇല വെച്ചിട്ട് അതിനകത്ത് ഫ്രണ്ട് ആരാണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ നല്ലൊരു സുഹൃത്ത് ആരായിട്ടാണ് വീഴുന്നത്. ആ ഒരു ഇത് വീഴുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്കാണ്. അപ്പോ സ്വാഭാവികമായിട്ടും സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ അത് മലബാറിലോട്ടൊക്കെ നേരെ തിരിച്ചാണ്. ഇത് രണ്ട് സൈഡിലായിട്ടും വടക്കും തെക്കും രണ്ടായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആരെയാണെന്ന് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതെ, ഞാൻ അസ്യൂം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ ലാലേട്ടൻ. ഇവിടെ ലാലേട്ടനാ. തെക്ക് വടക്ക് ഭാഗത്ത് മലബാർ ഭാഗത്തൊക്കെ മമ്മൂക്കയ്ക്കാണ്, അതായത് ലാലേട്ടനാണ് ഫ്രണ്ട് വീഴുന്നത്. കാരണം ഇവിടെ ഫാൻ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഫാൻ ഫൈറ്റ് കാരണമാണ് അവർ ആ രണ്ടായിട്ട് അത് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെയൊക്കെ എന്തായാലും മമ്മൂക്കയാണ് ഫ്രണ്ടായിട്ട് വീണിരിക്കുന്നത്. ലാലേട്ടൻ ഇത്. പിന്നെ മേരിക്കേണ്ട ഒരു കുഞ്ഞാട്, മേരിക്കേണ്ട ഒരു കുഞ്ഞാട് ജോസേട്ടൻ. ശരിക്കും ജോസേട്ടൻ അവിടെ പോയി യഥാർത്ഥ ഞാൻ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നീ സലീം കുമാർ ഇതാണോ നിന്റെ ഇനി യഥാർത്ഥ ജോസേട്ടൻ? നമ്മളും അങ്ങനെയാണോ ഇനി പടം പോകുന്നതെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ പുള്ളി അല്ല ജോസേട്ടൻ. യഥാർത്ഥ ജോസേട്ടൻ എവിടെ? ജോസേട്ടൻ എവിടെ പോയി? നമ്മളൊരു ക്രൈം സ്റ്റോറി പറഞ്ഞത്, ക്രൈം എന്നല്ല, ഒരു കുട്ടിയെ കാണാതായതുപോലെ ഈ കുട്ടിയെ കാണാതായി കാണും. അതെ, തിരോധാനം. അതെ, ജോസിനെ കാണാണ്ടായി. ജോസ് നാട് വിട്ടു പോയതാണ്. ജോസ് തല്ലിയതിന്റെ പേരിലോ വഴക്ക് പറഞ്ഞതിന്റെ പേരിലോ ജോസ് നാട് വിട്ടു പോയ ഒരു മനുഷ്യനാണ്. നമുക്ക് ജോസേട്ടൻ ബിജു മേനോനാണ്. ജോസേട്ടന്റെ ഫുഡും. അതുപോലെ വേറൊരു മൂവി ഉണ്ട്, നോട്ട്ബുക്കില് ക്ലൈമാക്സില് മരിച്ചുപോയ ശ്രീദേവിയുടെ പേരിൽ ഒരു കത്ത് വരുന്നുണ്ട് സേറയ്ക്ക്. അത് ആരെഴുതി? അതെനിക്ക് തോന്നുന്നു ശ്രീദേവിയുടെ അമ്മ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ചിലരത് അസ്യൂം, എല്ലാവരുടെ അസംഷൻ വന്നിട്ട് ശ്രീകാന്ത് ചെയ്ത കഥാപാത്രം, അതായത് ശ്രീദേവിയെ സ്നേഹിച്ച പയ്യൻ ആളാണ് എഴുതിയതെന്നാണ് പറയുന്നത്. ആൾക്ക് കുറെ നാളായിട്ട് കുറ്റബോധമുണ്ട്, ആളാണ് എഴുതിയതെന്നാണ് കുറെ പേരുടെ അസംഷൻ. പക്ഷെ അമ്മയാവാം, ആരായിരിക്കും. ഇവർ തമ്മില് കുറച്ച് വഴക്കായിരുന്നു. സേറയും കുട്ടിയും തമ്മിൽ, ആ ഒരു ക്യാരക്ടറും തമ്മിൽ കുറച്ച് വഴക്കായിരുന്നു. അതിന് ശേഷമാണ് അമ്മ, ശ്രീദേവിയുടെ അമ്മ മേ ബി എഴുതാനും മതിയായിരിക്കും ഇവർ തമ്മിൽ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്, പാർവതിയും സേറയും തമ്മിലുള്ള വഴക്ക് തീരാൻ വേണ്ടിയിട്ട് എഴുതിയതുമാവാം. പിന്നെ
ഇനി കുറച്ച് സ്ട്രേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള തിങ്സ്. അതെ, ഇനി അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മീശ മാധവൻ പണം കൊഴിച്ചിരുന്ന അതെ. എങ്ങനെ ദിലീപ് പറഞ്ഞു അവിടെയാണ് പണം കുടിച്ചിട്ട്, അതെ. പണം കുഴിച്ചിടുന്ന ഒരു പ്ലാൻ ഇട്ടത് എങ്ങനെ അറിഞ്ഞു, അവിടെയാണ് അത് കുഴിച്ചിട്ടതെന്ന് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ. ആ ഒരു പണം മാറിയിട്ട് എങ്ങനെ അവിടെ ചക്കക്കുരു വന്നു? അത് രാത്രി വന്ന് കുഴിച്ചിട്ടതാവാം, പക്ഷേ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെ അറിഞ്ഞു? ഇവരിങ്ങനെ പ്ലാൻ ചെയ്തത് എങ്ങനെ അറിഞ്ഞു? കറക്റ്റ് അവിടെ തന്നെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? അതൊന്നും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതെ. പക്ഷെ നമുക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ അതൊക്കെ മായ്ച്ചളയും. അതെ. നമ്മൾ ഇന്നും അത് കാണാത്ത മട്ടിലാണ് പോകുന്നത്. അതെ. പിന്നെ വരുന്നത് മണിച്ചിത്രത്താഴിലെ ഗംഗ അസാധാരണമാണ്. എനിക്ക് അവസാനം തോന്നി ഈ യഥാർത്ഥത്തിൽ ഗംഗ പ്രേതമാണ്. കാരണം ആ ഒരു ക്ലോക്കില് കല്ലെറിയുന്നത് ആൾക്കാർ അത്രയും നിൽക്കെ എങ്ങനെയാണ് അത്രയും വേഗം ചെയ്തു എന്നുള്ളതാണ്. കല്ലെറിഞ്ഞു, അതുപോലെ തന്നെ ആ ഗ്ലാസ്സുകൾ പൊട്ടിച്ചു, ആ മൺകൂട് എറിഞ്ഞു പൊട്ടിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് ഗംഗ ചെയ്തിട്ടുണ്ടാവുക? ചോദിച്ചെന്നാണ്. അതെ. ഇന്നിപ്പോ പോസ്റ്റുകളിലൊക്കെ നിറയാണ് എങ്ങനെ സാധിച്ചത്. ഗംഗ പ്രേതമല്ല, അതൊരു ഡിസോർഡർ ആണ്. എങ്ങനെ ഇത്ര യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ടായിരുന്നു അവിടെ? ശരിയാ, ഗംഗ പോയതിനു ശേഷമായിരിക്കും. അതെ, പറയാൻ പറ്റില്ല. അതുപോലെ ഒരു സീനാണ് കിലുക്കത്തില് രേവതി മാം ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ രേവതി മാം തന്നെയായിരുന്നു അതിന് ഡബ് ചെയ്തത്. അതായത് മെന്റൽ ഇഷ്യൂ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് രേവതി മാമിന്റെ വോയിസ് തന്നെയാണ്. എന്നാൽ ഇന്റർവെല്ലിന് ശേഷം നോർമലി അഭിനയിക്കുന്ന സമയത്ത് മാമിന്റെ ശബ്ദം മാറാണ്. അവിടെ ഭാഗ്യലക്ഷ്മി മാമിന്റെ ശബ്ദമാണ് വരുന്നത്. അതൊരു മിറാക്കിളാണ്. ഈ തെലുങ്ക് മൂവിയില് നമ്മുടെ ഭയ്യ കണ്ടിട്ടുണ്ടോ? അല്ല, അല്ലു അർജുൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രാംചരണായതുപോലെ അവിടെ ഹൈറ്റ് ഡിഫറൻസ് വരെ വരാണ്. അതുപോലെ ശബ്ദമൊക്കെ മാറാണ് ഇവിടെ. അങ്ങനത്തെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാന്ന് വിചാരിച്ചത്. കുറച്ച് ഫണ്ണിയാണ് കേട്ടോ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതുപോലുള്ള ഏതെങ്കിലും മൂവീസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ്